അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യം ടെറസിലാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ ടെറസിൽ നടന്നില്ല. എന്തായിരുന്നു കാര്യം പൊന്നു? അതെ, മഴക്കോളുള്ളതുകൊണ്ട് ഞങ്ങൾ സത്യത്തിൽ ടെറസിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. അതൊന്നും നടന്നില്ല, എല്ലാം ചീറ്റി. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെയാണ് ഞങ്ങളുടെ പ്ലാനൊക്കെ. കുറച്ച് എന്തെങ്കിലും ലൈറ്റ് എന്തെങ്കിലും ഇടാമെന്നൊക്കെ വിചാരിച്ചാണ്. വിഷ്ണുമാവൻ എന്ത് പറയുമെന്ന് അറിയത്തില്ല. അപ്പോൾ വിഷ്ണുവേട്ടന് എവിടെ നമ്മൾ ചെറിയ ചെറിയ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് എന്തായാലും ഇടാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അപ്പോൾ ഞാനും പൊന്നുമാണുള്ളത്. മറ്റവരൊക്കെ താഴെ ഇരിക്കുന്ന പിള്ളേരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇനിയുള്ളതെല്ലാം ഞാൻ വോയിസ് ഓവർ ആയിരിക്കും, കാര്യം വെച്ചാൽ ഭയങ്കര എക്കോ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തത് അൺബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ കണ്ണമ്മോൻ്റെ ഹാപ്പി ബർത്ത്ഡേ റിഹാൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ബാനർന്നു, അതുപോലത്തെ ഒരു സംഭവമാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ, കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടത് കുറച്ച് നല്ല വലിപ്പമുണ്ട്. അത് അവർ ഇങ്ങനെ കറക്റ്റായിട്ട് കവറിനുള്ളിൽ വെച്ചെന്നായിരുന്നു. ഞാൻ മുന്നത്തെ ഒരു ദിവസം തന്നെ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അത് ഞാൻ വെച്ചപ്പോൾ തന്നെ അത് ചുക്കിച്ചുളിഞ്ഞു ഗൈസ്. അവർ വെച്ചപ്പോൾ നീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാക്കി അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ മറ്റേ എന്തായിരുന്നു ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനന്തുവാണെങ്കിൽ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് അവൻ്റെ പെട്രോളൊക്കെ കഴിഞ്ഞാൽ സീനായിട്ടുണ്ടായിരുന്നു. കാരണം അവൻ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ബലൂൺ വീർപ്പിക്കുന്നത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെച്ച് എല്ലാവരും കൂടെ അങ്ങനെ വീർപ്പിച്ച് സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഇൻസ്റ്റയിൽ നിന്നുള്ളൊരു പേജിൽ നിന്ന് എനിക്ക് തന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരു ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ കാണുന്ന ബലൂൺസ് ആണെന്നെങ്കിലും ഇപ്പോൾ കണ്ട സ്റ്റാർസ് ആണെങ്കിലും അതുപോലെ കപ്പ് കേക്കിൽ കുത്താനുള്ളതും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളതും എല്ലാം തന്നത് ഇൻസ്റ്റയിലുള്ള ഒരു പേജ്. ആ പേജുകാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അവർ ഒരു ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ പറയുന്ന തീമിൽ തന്നെ അവർ നമുക്ക് അയച്ചു തരും കേട്ടോ. എനിക്ക് അങ്ങനെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് ഒരു മാസം മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ട്, കൈ കിട്ടാൻ ലേറ്റ് ആവുക എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ മുന്നേ തന്നെ ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലൂൺസൊക്കെ ഏറെക്കുറെ ഞങ്ങളൊരു സൈഡ് മാത്രം റെഡിയാക്കണം. ബലൂണൊക്കെ ഫിറ്റ് ചെയ്യുന്ന ബലൂണൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യത്തില്ല, സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ സംഭവങ്ങൾ, വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഇപ്പം കണ്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞു. അപ്പത്തിനും അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഏട്ടനും അമ്പൂടും എല്ലാം പോയി റെഡി ആയിട്ട് വന്നു. 5 ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട, ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏറെക്കുറെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി ആർക്കൊക്കെ വരാനും ഉണ്ട് കേട്ടോ. വിഷ്ണുവിനെ എത്തിയിട്ടില്ല, കണ്ണമ്മോ എന്തേ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാരുവാണ് എന്നത്തെയും പോലെ കേക്കും ഡോണറ്റ്സും കപ്പ് കേക്കും ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പുറത്തുണ്ട് ഹാപ്പി ബർത്ത്ഡേ റിഹാൻ. പിന്നെ അവന് ഈ ചിക്കി ബുംബും ഇല്ലേ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഒരു തീമിൽ തന്നെ എല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ തീമിലാണ് സാധനങ്ങളെല്ലാം അവർ ചെയ്തു തന്നിട്ടുള്ളത്. അവൻ്റെ തലയിലിരിക്കുന്ന ആ ഒരു തൊപ്പി വരെ അവർ തന്നെ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മളിത് ആ ടേബിൾ മൂന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഡാനും കൂടെ ആണ് കേട്ടോ എല്ലാം റെഡിയാക്കിയിട്ട്. അതുപോലെ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് എനിക്ക് ഇൻസ്റ്റയിലുള്ള ആൻഡ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റയിൽ ഞാനെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് പേജൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാം ഏറെക്കുറെ റെഡിയായി. കണ്ണമോൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതാണ്. ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തു കേട്ടോ കണ്ണമോൻ്റെ ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട്. അതായത് ഞങ്ങളുടെ സെയിം കളറിലുള്ള, പക്ഷെ അവന് കിട്ടാനില്ലായിരുന്നു. അബദ്ധം പറ്റി. സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ വിഷ്ണു പറഞ്ഞാൽ പിന്നെ കണ്ണമോനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് ഒരുപോലത്തെ എടുത്തത് അങ്ങനെ തന്നെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അത് ഇട്ടു. കണ്ണമോനെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആക്കി. അതിനുശേഷം നമ്മളെല്ലാവരും പിള്ളേരെ എല്ലാവരും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേക്ക് കട്ടിയ ബാബാ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വന്നു, ചിലരൊന്നും വന്നില്ല. പിന്നെ ഉള്ളവരൊക്കെ കൂടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് സന നിൽക്കുന്നുണ്ട്, സനാനെ കാണുന്നില്ല. അപ്പോൾ ആളവിടെ നിൽക്കുകയാണ് കേട്ടോ. ആളവിടെ നിന്നോളാന്ന് തൊട്ട് ആളവിടെ നിന്നതാണ്. അപ്പോൾ കണ്ണമോനാണ് ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ധൃതി വെച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റൂൾ കൊടുന്നു കിട്ടും. ഇനി കണ്ണമോനെന്നാൽ നിർത്തിയിട്ട് കട്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചിട്ട് സനയുടെ അടുത്ത് നിൽക്കുകയും ചിലന്ന് എഴുതിയിട്ട് ഞങ്ങൾ അവിടെ നിർത്തായിരുന്നു കേട്ടോ അവന് ചെയ്തത്. അപ്പോൾ അവനോട് ഞങ്ങൾ ഓരോന്നൊക്കെ തന്നെ ചോദിച്ച് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടുന്നത് കണ്ണമോന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടിയാലും ഒന്നിലും അവൻ്റെ കയ്യിൽ കേക്ക് കട്ട് ചെയ്യും, അല്ലെങ്കിൽ അവൻ എൻ്റെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്യും കേട്ടോ. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അവൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അവന് കേക്കൊക്കെ കൊടുത്ത് നമ്മൾ ഓരോ ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. കാര്യം ഇതെല്ലാം നമുക്ക് അയച്ചു തന്നിട്ട് അതൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എഴുതിയിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ണിക്കുട്ടനോടൊരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിക്കുമായിരുന്നു.
ഉണ്ടായിരുന്നു, അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്യുക, പിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ അതിനെപ്പറ്റി എന്നോട് പറയുമായിരുന്നു ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ. ശേഷം ഞങ്ങൾ അവൻ്റെ കൈയൊക്കെ പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരാളവിടെ നിന്ന് നല്ല കേക്ക് കട്ടിങ് കേട്ടോ. കാരണം കണ്ണമോൻ അതിങ്ങോട്ട് ഇതാക്കാനുണ്ട്. കാര്യം പിള്ളേരെ എല്ലാവരും എൻ്റെ കൂടെ വെട്ടി നുറുക്കാഞ്ഞിട്ട് കണ്ണമോൻ ധൃതിയായിട്ടിരിക്കുകയാണ്. അതുപോലെ ഡോണറ്റ്സും കപ്പ് കേക്കൊക്കെ എടുക്കാൻ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അവിടെ. ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഒന്ന് എടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് സുൽഫത്ത് സനയുടെ സന ആരുടെയാ ഇത് ശ്രീദേവിയുടെ ശ്രീപ്രിയയുടെ. ഓക്കെ ചേച്ചിയുടെ പൊന്നുവന്തി ഇവിടെ അവരെന്തി ഇത് അമ്മയുടെ അച്ഛയുടെ. ഓക്കെ ഓക്കെ. അതിനുശേഷമാണെങ്കിൽ രാരും അപ്പയൊക്കെ അവന് പൈസയാണ് കൊടുത്തത്. അവൻ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഉടുപ്പൊക്കെ അല്ലേ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ തരുമായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം കാവ്യം പൊന്നും ഒക്കെ അവരെടുത്തത് കൊണ്ട് തന്നു. അവർ ഉടുപ്പും ഒരു കുടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവന് കുട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അവനൊരു കുട മേടിച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കുട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉടുപ്പുണ്ടായിരുന്നു, അവന് ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് അവന് അത് വെച്ച് അവിടെ കുറച്ച് നേരം അതൊക്കെ കളിച്ച് നിന്നു. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കേക്ക് കട്ടിയത് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ കേക്കൊന്നുമില്ല, കാര്യം കേക്കൊക്കെ നമ്മൾ അപ്പം തന്നെ എല്ലാവരും വാനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ കുട കണ്ടതിൻ്റെ ഒരു ഇതിൽ കുടയിലൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ചെരുപ്പും ഇതൊക്കെ നോക്കുന്നുണ്ട്. ചെരുപ്പ് ഇച്ചിരി വലുതാണ്, അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയുമായിരുന്നുണ്ട്. പിന്നെ അവൻ കുട കിട്ടിയപ്പോൾ കുടയൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ച് അതുവഴി ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും ബലൂൺ പൊട്ടിക്കൊണ്ടിട്ട് നിർത്തിച്ച് എല്ലാവരും ചടപട പൊട്ടിക്കണം. അപ്പോൾ ഞാനും കൂടെ നിന്ന് ചടപടാന്ന് പറഞ്ഞ് ഞാനും പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനും തോനെ പൊട്ടിക്കാൻ കിട്ടിയില്ലെന്നാ കണ്ടപ്പോൾ അവനെന്തോ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ അവനൊരു ബലൂൺ അവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളൊക്കെ അവനത് കുത്തി അവൻ പൊട്ടിച്ചിട്ട് നമ്മുടെ അടുത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ മത്സരമായിരുന്നു. കഴിഞ്ഞാൽ ഞങ്ങൾ ജാനിയുടെ ബർത്ത്ഡേക്ക് വന്നിട്ട് എല്ലാവരും കൂടെ കുത്തി എല്ലാം പൊട്ടിക്കുമായിരുന്നു. ഗൈസ് ഞാനാണെങ്കിൽ ലഗേജൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. ഉടനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ നേരെ ആൾ വന്ന് പാൻറ്റ് ഊരിയിട്ട് ഇതേ 3 പൊറോട്ടയും ചിക്കൻ കറി. ചോട്ടു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കേസ് ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. ചോട്ടു നല്ല തീറ്റയതാ നോക്കണ ഏച്ചി. അപ്പോൾ എല്ലാവരും അകത്ത് വന്ന് ഇരിപ്പുണ്ട്, കഴിക്കാറായിട്ടില്ല. പൊറോട്ടയും ചിക്കനൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരാൾ വണ്ടിയിലിരിക്കുന്നത്. സുഖമല്ലേ? സുഖമാണ്. എടാ എന്താ എത്രണ്ണുണ്ട് എന്റെ പൊന്നെ കുഞ്ഞു. എന്റെ കാലെടുത്തു ചുമ്മാ. സന ബേബേ ഇവിടെ എന്റെ ലിസ്റ്റിക്കൊക്കെ ഇട്ടേക്കണം, അങ്ങോട്ട് നോക്കാം. അയ്യോ അതെ മാറുന്നു വണ്ടി, ഇത് മാറുന്നു. ഹായ് കാവ്യലക്ഷ്മി, ഹായ് ചാരു. അയ്യോ ആരാ ഒരു കണ്ണ് കാണുന്നുണ്ടോ? ഡ്രസ് പിന്നൊരു കാറ്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സ്പീക്കറൊക്കെ വെച്ച് ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ റൂമിലുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഞാനും പൊന്നും കാവ്യയും അമ്പുടും അച്ഛനും അമ്മയും. ചില ദിവസങ്ങളിൽ അമ്പടും ഒരു മൂഡ് കയറുമ്പോഴത്തേനും അച്ഛനും അമ്മേനൊക്കെ വിളിച്ച് റൂമിൽ കൂടെ നിർത്തും. അല്ലാത്ത ദിവസം ഞാനും കാവ്യയും പൊന്നും അമ്പടും കൂടെ 4 പേരും കൂടെ ഉള്ളൊരു ഡാൻസും പരിപാടിയൊക്കെയാണ് റൂമിൽ. അപ്പോൾ ചാരുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചാരു അന്നൊരു ദിവസം വന്നപ്പോൾ ഇങ്ങനെ കളിച്ച് ജസ്റ്റ് അവൾ പെട്ടെന്ന് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അവൾ ഈ ഒരു സംഭവം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. അപ്പോൾ ഡാൻസ് കളിക്കണമെന്ന് അവൾ വന്നന്നോട്ടേ പറയുമായിരുന്നു. ഒരു മിനിറ്റ് അമ്പടും വന്നന്നോട്ടേ പറയുമായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാവരും നല്ല ഫോമിലാണ്. കുഞ്ഞുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. ഞാൻ ലീലാമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ലീലാമ്മയൊക്കെ കളിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അല്ല ഗൈസ്, ലീലാമ്മ വെറുതെ കാണാൻ വേണ്ടി വന്നേന്ന്. അപ്പോൾ കാവ്യാണെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ ഫോമിൽ ലീലാമ്മയെ പിടിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞു ടീഷർട്ടൊക്കെ ഊരി വലിച്ചെറിഞ്ഞ് കളിയായിരുന്നു. നല്ല രസമായിരുന്നു ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഡേ